പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും അനുഗ്രഹവും സമാധാനവും പ്രിയപ്പെട്ടവരെ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ വിശുദ്ധമായ ഞായറാഴ്ച സ്വർഗരാജ്യത്തെ കുറിച്ചാണ് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യവും ജീവിത നിയോഗവും സ്വർഗരാജ്യമാണ്. ആ സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് ഈ ലോക ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ആ സ്വർഗരാജ്യ ജീവിത അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണമെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ സ്വർഗരാജ്യത്തിന് വേണ്ടി എന്തും ഉപേക്ഷിക്കുവാൻ, ആ സ്വർഗരാജ്യത്തിന് വേണ്ടി ഏത് ത്യാഗത്തിലൂടെയും കടന്നു പോകുവാൻ, ആ സ്വർഗരാജ്യത്തിന് വേണ്ടി സർവരാലും ഉപേക്ഷിക്കപ്പെടുവാൻ, അങ്ങനെ സ്വർഗരാജ്യമെന്ന ആ ദൈവിക സ്വപ്നം എൻ്റെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടുവാൻ എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ സന്തോഷപൂർവം ചെയ്യുവാനുള്ള, ഏറ്റെടുക്കുവാനുള്ള കൃപാവരം ദൈവത്തോട് ഭക്തിപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം. ജൂലൈ 26-ാം തീയതിയായ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കന്മാരായ വിശുദ്ധ ജോവാക്കിമിൻ്റെയും വിശുദ്ധ അന്നയുടെയും തിരുനാൾ ദിവസം കൂടിയാണ്. ആ വിശുദ്ധരായ മാതാപിതാക്കളുടെ മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കന്മാരെ പ്രാർത്ഥനാപൂർവം ഓർത്തുകൊണ്ട് ദൈവ തിരുസന്നിധിയിൽ അവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപങ്ങൾ ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു.
എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. അങ്ങിൽ പ്രത്യാശയർപ്പിക്കുന്നവരുടെ സംരക്ഷകനായ ദൈവമേ, അങ്ങയെ കൂടാതെ ഒന്നും സാധ്യമല്ല.
വിശുദ്ധവുമല്ല. അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ സമൃദ്ധമായി വർഷിക്കണം. അങ്ങനെ നിയന്താവും നായകനുമായ അങ്ങ് വഴി ഇപ്പോൾ നശ്വരമായ നന്മകൾ ഉപയോഗിക്കുന്നത് പോലെ അനശ്വരമായവയും സ്വർഗീയമായവയും മുറുകെ പിടിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യം എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളണമേ. അക്കാലത്ത് അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക. സോളമൻ പറഞ്ഞു, എൻ്റെ ദൈവമായ കർത്താവേ, ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിന് നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്കു കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമന്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ദീർഘായുസ്സും സമ്പത്തും ശത്രുസംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. കർത്താവിൻ്റെ വചനം. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. കർത്താവാണ് എൻ്റെ ഓഹരി. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആയിരക്കണക്കിന് പൊന്നും വെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. ഈ ദാസന് അങ്ങ് നൽകിയ വാഗ്ദാനം അനുസരിച്ച് അങ്ങയുടെ കാരുണ്യം എന്നെ ആശ്വസിപ്പിക്കട്ടെ. ഞാൻ ജീവിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. അങ്ങയുടെ നിയമത്തിലാണ് എൻ്റെ ആനന്ദം. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയുടെ കൽപ്പനകളെ സ്വർണ്ണത്തെയും തങ്കത്തെയേക്കാൾ അധികം സ്നേഹിക്കുന്നു. ആകയാൽ അങ്ങയുടെ പ്രമാണങ്ങളാണ് എൻ്റെ പാദങ്ങളെ നയിക്കുന്നത്. കപടമാർഗങ്ങൾ ഞാൻ വെറുക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിസ്മയാവഹമാണ്, അവ ഞാൻ പാലിക്കുന്നു. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. കർത്താവേ, അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. പ്രിയ സഹോദരനെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപമാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യം ജാതനാകുന്നതിന് വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതിമൽക്കരിച്ചു, നീതിമൽക്കരിച്ചവരെ മഹത്വപ്പെടുത്തി. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവ്
വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. അക്കാലത്ത് ഈശോ ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യും. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യമാണ്. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കും. കർത്താവിന്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ നമ്മെ ദൈവികതയിലേക്ക് നയിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, 3 ചെറിയ സന്ദേശം. ഒന്ന്, ദിവ്യബലിയുടെ ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്വർഗരാജ്യത്തെ കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം ശ്രദ്ധയോടുകൂടി വായിച്ചാൽ 13-ാമത്തെ അധ്യായത്തിൽ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും ലക്ഷ്യവും രത്നച്ചുരുക്കവും ആ സ്വർഗരാജ്യം ലക്ഷ്യമാക്കുക എന്നുള്ളതാണ്. രത്നവ്യാപാരിയെ പോലെ സ്വർഗരാജ്യം കണ്ടെത്തിയ സർവ്വതും വിറ്റ് ആ രത്നം വാങ്ങുന്ന ആ വിവേകിയായ ആ മനുഷ്യനെ പോലെ സ്വർഗരാജ്യം കണ്ടെത്തിയാൽ, അതറിഞ്ഞാൽ, അനുഭവിച്ചാൽ ബാക്കിയെല്ലാം ഉപേക്ഷിക്കുവാൻ, അതിനുവേണ്ടി ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നവനാണ് അത് സ്വന്തമാക്കുന്നത്, അതിൽ അധിവസിക്കുന്നത്. ആ സ്വർഗരാജ്യം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രയാസം. സ്വർഗരാജ്യം ഒരിക്കൽ നമ്മൾ കണ്ടെത്തിയാൽ, അനുഭവിച്ചാൽ, ഈ ലോകത്തിലുള്ള മറ്റെല്ലാ സൗന്ദര്യങ്ങളെക്കാളും സൗഭാഗ്യങ്ങളെക്കാളും അപ്പുറമായി ആ സ്വർഗരാജ്യത്തെ നാം സ്നേഹിക്കുകയും പ്രണയിക്കുകയും അത് ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യും. പക്ഷെ ഈ ഭൗതികമായ ലോക ജീവിതത്തിനിടയിൽ ആ സ്വർഗരാജ്യം കണ്ടെത്തുക എന്നുള്ളത് പ്രയാസകരമാണ്. അപ്പോഴാണ് 2-ാമത്തെ സന്ദേശം. 1-ാമത്തെ വായനയിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള 1-ാമത്തെ വായനയിൽ സോളമൻ രാജാവിന്റെ ജീവിതം. സോളമൻ രാജാവായപ്പോൾ ദൈവം എന്തു വേണമെങ്കിലും ചോദിക്കുവാൻ പറഞ്ഞു. സോളമൻ ഈ ഭൗതികമായ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. സോളമൻ ചോദിച്ചത്, ഈ ജനത്തെ നയിക്കുവാനുള്ള വിവേകം എനിക്ക് നൽകണമേ എന്നാണ്. ഈ ജനത്തെ യഥാവിധി നയിക്കുവാനുള്ള വിവേകം എനിക്ക് നൽകണമേ എന്ന് മാത്രമാണ് സോളമൻ പ്രാർത്ഥിച്ചത്. നമുക്കറിയാം, വിജ്ഞാനിയാണ് സോളമൻ. ഈ ലോകത്ത് എന്തു വേണമെങ്കിലും ചോദിക്കാമായിരുന്നു ദൈവത്തോട്, ദൈവം അത് നൽകുമായിരുന്നു. പക്ഷെ സോളമൻ ഈ ഭൗതിക സ്വത്തുക്കളെയും സമ്പത്തുകളെക്കാളും അപ്പുറമായി സോളമൻ ദൈവത്തോട് ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ആവശ്യപ്പെട്ടതും വിവേകത്തിന് വേണ്ടിയാണ്. ആ വിവേകമാണ് സ്വർഗരാജ്യം കണ്ടെത്തുവാനും നമുക്ക് ആവശ്യമായ ഘടകം. ആ വിവേകമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അബദ്ധങ്ങളിലും അപകടങ്ങളിലും ചെന്ന് പെട്ടുപോകുന്നത്. അങ്ങനെ അബദ്ധങ്ങളിലുമൊക്കെ പെട്ടുപോകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ദൈവം വാഗ്ദാനം ചെയ്യുന്ന ആ സ്വർഗരാജ്യത്തിന്റെ ദിവ്യമായ അനുഗ്രഹവും അനുഭവവുമാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഈ ലോക വസ്തുക്കളും ഈ ലോക സമ്പത്തും ശാരീരികമായ സൗഖ്യവും മാനസികമായ ശക്തിയും അല്ലെങ്കിൽ വീടും നാടും ജോലിയും ഒന്നുമല്ല. നമുക്ക് വിവേകമുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് സ്വന്തമാകും. ആ സ്വന്തമാകുന്നതിനേക്കാൾ അപ്പുറമായി സ്വർഗരാജ്യം വിവേകപൂർവം തിരിച്ചറിയുവാൻ. ഒരുപക്ഷെ ഈ ലോകത്ത് നമുക്ക് നഷ്ടങ്ങളാവാം, ദുഃഖങ്ങളാവാം, ദുരിതങ്ങളാവാം, ദുരന്തങ്ങളാവാം, കഷ്ടതകളാവാം. പക്ഷേ നിത്യമായി നാം ജീവിക്കുന്നത് ഒരു സ്വർഗത്തിൽ ആയി.
അതിന് നമുക്ക് ആവശ്യമായുള്ളത് നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിവേകമാണ്. ദൈവത്തോട് നിരന്തരമായി നാം പ്രാർത്ഥിക്കേണ്ടത് സോളമനെ പോലെ, ദൈവമേ എനിക്ക് വിവേകം നൽകണമേ എന്നാണ്. ആ വിവേകം യഥാവിധി ഉപയോഗിച്ചാൽ നമ്മൾ ഒരുപാട് അബദ്ധങ്ങളിൽ നിന്നും ഒരുപാട് അപകടങ്ങളിൽ നിന്നും നമുക്ക് ഭംഗിയായി രക്ഷപ്പെടുവാൻ സാധിക്കും. സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാവുകയും ചെയ്യും. മൂന്നാമത്തേത്, ഞാൻ ദിവ്യബലിയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ജൂലൈ 26-ാം തീയതിയാണ്. സഭ പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ വിശുദ്ധ ജോവാക്കിമിനെയും വിശുദ്ധ അന്നയെയും ഓർക്കുന്ന ദിവസമാണ്. ജോവാക്കിമും അന്നയും ഈ നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മൾ അറിയുവാൻ കാരണം അവരുടെ പ്രിയപ്പെട്ട മകൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം കൊണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതം കൊണ്ടാണ് ഈ നൂറ്റാണ്ടുകൾക്ക് ശേഷവും നമ്മൾ ആ ജോവാക്കിമിനെയും അന്നയെയും അറിയുന്നത്. അല്ലെങ്കിൽ ഏതോ ഒരു കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു പോയി ആളുകൾ വിസ്മരിക്കാമായിരുന്ന ഒരു മാതാപിതാക്കൾ. അങ്ങനെ വിസ്മരിക്കപ്പെട്ട ഒരുപാട് മാതാപിതാക്കന്മാരുടെ ഇടയിൽ നിന്നാണ് ഈ മാതാപിതാക്കളെ ലോകം അറിയുന്നത്, ഓർക്കുന്നത്, വണങ്ങുന്നത്, പ്രാർത്ഥിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോകം അവസാനിക്കുന്നത് വരെ ഈ ജോവാക്കിം അന്നയും ഭക്തരുടെ, വിശ്വാസികളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും. കാരണം അവരുടെ മകളുടെ ജീവിതം കൊണ്ടാണ്. നമ്മൾ മക്കൾ മാതാപിതാക്കന്മാരെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും അവർക്ക് അഭിമാനകരമായി ജീവിക്കേണ്ടതും വളരെ ആവശ്യമായ കാര്യം. എൻ്റെ ജീവിതം കൊണ്ട് മാതാപിതാക്കന്മാർ മറ്റുള്ളവരുടെ മുമ്പിൽ ബഹുമാനിക്കപ്പെടണം. എനിക്ക് ഇത്തിരി നഷ്ടം വന്നാലും, അല്ല എൻ്റെ ജീവിതത്തിൽ ഇത്തിരി കഷ്ടത വന്നാലും, ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എൻ്റെ മാതാപിതാക്കന്മാർ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരാകുവാൻ ഇടയാകരുത്. അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായാലും സാമൂഹ്യ ജീവിതത്തിൻ്റെ കാര്യമായാലും സ്വന്തമായി തീരുമാനമെടുക്കുന്നതിൻ്റെ കാര്യമായാലും നമ്മൾ മക്കൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മാതാപിതാക്കന്മാരെ കൂടി മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം തീരുമാനമെടുക്കുക. നമ്മുടെ ജീവിതം കൊണ്ട് അവർക്ക് അപമാനം ഉണ്ടാക്കുവാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. അതുവഴി അവർക്കൊരു കഷ്ടതയും ഉണ്ടാവും. കാരണം നമ്മുടെ മക്കളുടെ ജീവിതമാണ് മാതാപിതാക്കളുടെ അഭിമാനം. ആളുകൾ അവരെ ബഹുമാനപൂർവം ഓർക്കത്തക്ക വിധത്തിൽ അവരെ സമൂഹത്തിന് മുമ്പിലും ലോകത്തിന് മുമ്പിലും ഏറ്റവും മഹത്തരമായി, കാരണം എനിക്ക് ഈ ലോകത്ത് ജീവിക്കുവാനും ജനിക്കുവാനും അവസരമുണ്ടായത് അവരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഫലമാണ് ഞാൻ ഇന്ന് ആയിരിക്കുന്നത്. അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവർ മറിച്ചൊരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ നിൽക്കുന്നതിൻ്റെ കാരണം ദൈവം അവരിലൂടെ എനിക്ക് ജന്മവും ജീവിതവും നൽകിയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് സീനായ് മലയുടെ മുകളിൽ വെച്ച് ദൈവം മോശയ്ക്ക് കൽപ്പന കൊടുത്തപ്പോൾ നാലാമത്തെ കൽപ്പന മാതാപിതാക്കന്മാരെ ബഹുമാനം. ഒരുപാട് അർത്ഥതലങ്ങളുള്ള കൽപ്പനകളാണ്. പുറപ്പാട് പുസ്തകം ശ്രദ്ധയോടുകൂടി വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. ചുരുക്കത്തിൽ എൻ്റെ ജീവിതം എൻ്റെ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെടണം, അനുസരിക്കണം. അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശകരമാകുന്ന യാതൊരു തീരുമാനമോ യാതൊരു ജീവിത കാര്യങ്ങളോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അവരെ നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കന്മാരും മക്കൾക്ക് മാതൃകയും അനുകരണീയവുമായ ഒരു ജീവിതമായിരിക്കണം നൽകേണ്ടത്. കാരണം മക്കൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ആ കൽപ്പനയുടെ ഒരു ഭാഗം മാത്രമേ ആവുകയുള്ളൂ. മറിച്ച് മാതാപിതാക്കന്മാരുടെ ജീവിതവും മക്കൾക്ക് അനുകരണീയമായിരിക്കണം, മാതൃകപരവുമായിരിക്കണം.
അപ്പോൾ ഈ മാതാപിതാക്കന്മാരെ, ജോവാക്കിമിനെയും അന്നയെയും നമ്മൾ ഓർക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കന്മാരെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യമാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടത് വിവേകമാണ്. സോളമനെ പോലെ വിവേകം നൽകണമേ എന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏറ്റവും ഭക്തിപൂർവം നമ്മുടെ വിശ്വാസ രഹസ്യങ്ങൾ ഏറ്റുചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിരുസന്നിധിയിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് ദൈവിക കൃപാവരങ്ങൾക്കായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ ഈ ലോകത്തിലെ നഷ്ടങ്ങളും ദുരിതങ്ങളും ഒന്നും കണക്കാക്കാതെ അങ്ങയുടെ ആത്മീയ സന്തോഷത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ലോക ജീവിതത്തിനിടയിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അങ്ങയുടെ ദൈവിക കൃപാവരത്താൽ വിവേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാനും അനുസരിക്കുവാനും അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാനും സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന കൊറോണ എന്ന മഹാമാരിയെ പരിപൂർണമായി ഉന്മൂലനം ചെയ്യണമേ എന്ന് അതിനെ അതിജീവിക്കുവാനുള്ള എല്ലാവിധ കരുത്തും കരുതലും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിദേശങ്ങളിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സകലരെയും അങ്ങയുടെ സ്വർഗീയ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആഗ്രഹിക്കുന്നവരെയും ആവശ്യപ്പെട്ടിരിക്കുന്നവരെയും സമർപ്പിച്ച് അവിടെ എല്ലാ നിയോഗങ്ങളും സ്വീകരിച്ച് അവരെയും ഞങ്ങളെയും സകലരെയും അങ്ങയുടെ ദിവ്യ പരിപാലനയിൽ കാത്തുകൊള്ളണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ച ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സ്വീകരിച്ച് എന്നും എപ്പോഴും സ്വർഗരാജ്യത്തിന് അനുസൃതമായി വിവേകത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
പ്രിയമുള്ളവരെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, അങ്ങേ സമൃദ്ധിയിൽ നിന്ന് ഞങ്ങൾ അങ്ങേക്കായി കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കണം. അങ്ങേ കൃപയുടെ ശക്തമായ പ്രവർത്തനങ്ങളാൽ ഈ പരമപരിശുദ്ധ രഹസ്യങ്ങൾ ഞങ്ങളുടെ ഇഹലോക ജീവിത രീതികൾ വിശുദ്ധീകരിക്കുകയും നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുമാറാവട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്തെന്നാൽ പാപത്തിന്റെ കുറ്റബോധം ദൂരെ അകറ്റിയ മക്കളെ അങ്ങേ പ്രിയപുത്രന്റെ രക്തത്താലും ആത്മാവിന്റെ ശക്തിയാലും വീണ്ടും അങ്ങിലേക്ക് ഒരുമിച്ച് കൂട്ടുവാൻ അങ്ങ് തിരിവുള്ളമായി. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ തിരുനാമത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അവിരാമം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ
സമൃദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകും. ആകയാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഈ കാണിക്കകളെ പവിത്രമാക്കണം. അങ്ങനെ ഈ അപ്പവും ഈ വീഞ്ഞും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കനിയണം. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ഭാഗിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് ഞങ്ങളെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിക്കുവാൻ തിരിവുള്ളമായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കണം. അങ്ങേ പ്രിയപുത്രന്റെ മരണത്തിന് സദൃശ്യമായി അവിടത്തോട് ഒന്നായി തീർന്ന ഇവരെ അവിടുത്തെ പുനരുദ്ധാനത്തിലും അങ്ങ് പങ്കാളികളാക്കണം. ഈ എളിയ ദാസരായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഇടവകകളെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ രാജ്യത്തെയും ഞങ്ങളുടെ ലോകത്തെയും സകലരെയും അങ്ങയുടെ ദൈവിക സംരക്ഷണയിൽ കാത്തുകൊള്ളുകയും അതുവഴി കൊറോണ എന്ന മഹാമാരിയിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണവും വിമോചനവും ഞങ്ങൾക്ക് നൽകണം.
അതിനെ അതിജീവിക്കുവാനുള്ള ശക്തിയും വിശുദ്ധിയും ഞങ്ങൾക്ക് നൽകുകയും അത് പടരാതിരിക്കുവാനുള്ള എല്ലാ മുൻകരുതലുകൾ എടുക്കുവാനും എല്ലാ സുരക്ഷിതത്വങ്ങളോടുകൂടി ജീവിക്കുവാനും അതനുസരിച്ച് അനുദിനം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കും. അവരെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധമായ തിരുക്കർമ്മങ്ങളിൽ ആത്മനാ പങ്കുചേരുന്ന സകലരെയും അങ്ങയുടെ സ്വർഗീയ കൃപാവരങ്ങളിൽ കാത്തുകൊള്ളണം. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും വിശുദ്ധ ജോവാക്കിമിനോടും വിശുദ്ധ അന്നയോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊക്കെ നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി ദിവ്യവിദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാവട്ടെ. അതിദാനമായി സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരും എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങളും കുറവുകളും പരിഗണിക്കാതെ അങ്ങ് തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനം, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സംരക്ഷണവും ഞങ്ങളുടെ നാടിന് ഐക്യവും കൽപ്പിച്ചരുളിയാൽ എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം പ്രിയപ്പെട്ടവരെ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവർ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ അനുഗ്രഹീതർ. ക്രിസ്തുവിന്റെ തിരുശരീരം
തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പ്രിയപുത്രന്റെ പീഡാസഹനത്തിന്റെ നിത്യസ്മാരകമായ ദിവ്യകൂദാശ ഞങ്ങൾ സ്വീകരിച്ചു. അവർണ്ണനീയമായ സ്നേഹത്താൽ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് നൽകിയ ഈ ദാനം ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് ഉപകരിക്കുവാൻ കൃപയരുളണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് ജീവിക്കാം. ദിവ്യബലി സമാപിച്ചു. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന്. തിരുവോസ്തിയിൽ ഞങ്ങൾക്കായി എഴുന്നള്ളിയിരിക്കുന്ന ഞങ്ങളുടെ ഗുരുവും നാഥനുമായ ഈശോയെ പൂർണ്ണ ഹൃദയത്തോടുകൂടി ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പൂർണ്ണ മനസ്സോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങയുടെ സ്വർഗീയ കൃപാവരങ്ങൾ ഞങ്ങളിൽ സമൃദ്ധമായി ചൊരിയണമേ. തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങൾ പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനോടുകൂടെ വാസമുറപ്പിക്കുകയും ചെയ്യും.
ദൈവമേ, അങ്ങയുടെ തിരുവചനത്തിന്റെ ആഴങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വചനങ്ങൾ പാലിക്കുവാനും അതുവഴി അങ്ങിൽ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, സ്വർഗരാജ്യമാണ് ഞങ്ങളുടെ ലക്ഷ്യവും ഞങ്ങളുടെ നിയോഗവും. ആ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ ഈ ലോകത്തിൽ വിവേകത്തോടുകൂടി ജീവിക്കണമെന്നും അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. ഞങ്ങളുടെ അനുദിന പ്രാർത്ഥനകളിൽ നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നിരന്തരം ഉൾപ്പെടുത്തുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ അഭിഷേകത്താൽ വിവേകത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനും തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ എന്നും എപ്പോഴും അങ്ങിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവമേ, അങ്ങേ മക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും സകലരെയും ആശീർവദിച്ച് സ്വർഗീയ കൃപാവരങ്ങൾ ഞങ്ങളുടെ മേൽ നിരന്തരം വർഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവകമായ ദിവ്യകാരുണ്യം അങ്ങ് ഞങ്ങൾക്ക് നൽകിയത് അങ്ങയുടെ പരിത്രാണത്തിൽ ഫലം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിരന്തരം അനുഭവിക്കുമാറും അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വഴങ്ങുവാൻ അനുഗ്രഹമരുളണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. Gloria